ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വനിതാ പോലീസ് ചന്ദ്രയ്ക്ക് ദോശയും ചമ്മന്തി സാമ്പാറും വാങ്ങിക്കൊടുക്കുകയാണ് രാത്രി കഴിക്കാനായി. എന്നാൽ ചന്ദ്ര തനിക്ക് അതൊന്നും വേണ്ട, ചിക്കനും മട്ടനും ഒക്കെ മതിയെന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അച്ചു വരുന്നത്. അച്ചുവിനോടും ചന്ദ്ര ഇത് തന്നെയാണ് പറയുന്നത്. ദേഷ്യം വന്ന് ചന്ദ്രയാണെങ്കിൽ ആ ഫുഡ് എടുത്ത് കളയാനായി നോക്കുന്നുണ്ട്. അച്ചു അപ്പൊ ഷൗട്ട് ചെയ്യാണ്, നിങ്ങളുടെ ദേഷ്യമൊന്നും ഇവിടെ നടക്കില്ല, വേണമെങ്കിൽ ആ ഭക്ഷണം കഴിക്കേ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും വനിതാ പോലീസ് അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്, സാറിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ ആ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശരിക്കും ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ആൾക്കാർഷ് പോക്കറ്റിലില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നവനാണ് അവൻ. ഒരു കുടുംബത്തിൽ കയറി ഒരു പെണ്ണിനെ വളച്ചെടുത്തതോടെ അവൻ രക്ഷപ്പെട്ടു. വീടിന്റെ തിണ്ണ നിരങ്ങിയവനാണ് അവൻ. പോലീസായപ്പോ എല്ലാം അവൻ മറന്നു, നന്ദി കെട്ടവനെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ അത് കേട്ട് വനിതാ പോലീസിന് ദേഷ്യം വരികയാണ്. പെണ്ണും പിള്ളെ, ഞങ്ങളുടെ സാറിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾക്ക് നല്ല ഇടി കിട്ടും, മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞ് ആ വനിതാ പോലീസും അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ വിശന്ന് നിൽക്കുകയാണ്. വിശന്ന് കുടല് കത്തുന്നുണ്ടല്ലോ, ഇപ്പൊ എന്ത് കഴിക്കാനാണ്? ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ തളർന്നു വീഴും. ദോശയാണെങ്കിൽ ദോശ, ഇത് കഴിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ആ ദോശയും സാമ്പാറും ചമ്മന്തിയും എടുത്ത് കഴിക്കുകയാണ്. അതിനുശേഷം മുകുന്ദനും അർച്ചനയും കൂടി വീട്ടിലേക്ക് എത്തുകയാണ്. ഇവര് വന്നതും അങ്ങോട്ടേക്ക് രമ്യയും ചിന്നുവും വരുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ വന്നതും അവിടെ അങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ്. രമ്യാണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട് മുകുന്ദേട്ട എന്തായി എന്ന് ചോദിക്കുകയാണ്. ചിന്നുവാണെങ്കിൽ അർച്ചനയോടും ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുകുന്ദൻ മാമനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാരൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്നെല്ലാം മാറി മാറി എന്താ സംഭവിച്ചതെന്ന് തിരിച്ചും മറിച്ചും ചോദിക്കുകയാണ്. അർച്ചനയൊപ്പം പറയുന്നുണ്ട് എല്ലാം പറയാമെന്ന്. അങ്ങനെ മുകുന്ദൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. നമ്മൾ സംഭവിച്ചതുപോലെയൊന്നല്ല കാര്യങ്ങൾ നടന്നത് എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് ഉണ്ടായതെന്ന് വ്യക്തമായി മുകുന്ദൻ അവരോട് അങ്ങനെ പറയാണ്. മുകുന്ദൻ പറയുന്നതെല്ലാം മാറി നിന്ന് മഞ്ജുവും രുക്കുവും അങ്ങനെ കേൾക്കുന്നുണ്ട്. മുകുന്ദൻ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ രമ്യക്കും ചിന്നുവിനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. രമ്യ എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടില്ലെന്ന് ചേച്ചി പറഞ്ഞത് എത്ര ശരിയാണ്. ഇപ്പോൾ അത് തന്നെ സംഭവിച്ചു. കേസിന്റെ പേരിൽ ഞാനും മുകുന്ദേട്ടനും എത്രയോ മനോവിഷമം അനുഭവിച്ചിട്ടുണ്ട് എന്നങ്ങനെ രമ്യ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇനി ആരും വിഷമിക്കണ്ട, യഥാർത്ഥ പ്രതിയെ തന്നെയാണ് പോലീസ് പിടിച്ചത്. മുകുന്ദൻ ഇനി ആ കേസിൽ പ്രതിയല്ല, മാപ്പുസാക്ഷിയാണ് എന്നങ്ങനെ അർച്ചന പറയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രയെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ പല നാടകീയ സംഭവങ്ങളുമാണ് അരങ്ങേറിയത്, എന്നാൽ അതൊന്നും പോലീസിന് മുന്നിൽ വില പോയില്ല എന്നങ്ങനെ മുകുന്ദൻ പറയുന്ന സമയത്ത് രുക്കു മഞ്ജുവിനോട് പറയുന്നുണ്ട്, ചേച്ചി നമ്മളിപ്പോ ഒന്നും അറിഞ്ഞ ഭാവം കാണിക്കണ്ട അയ്യോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ വന്നതും നിന്ന് അവരോട് അങ്ങനെ അഭിനയിക്കുന്നുണ്ട്, ഒന്നും അറിയാത്തതുപോലെ. അർച്ചനേച്ചി, ചന്ദ്രേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞത്. മുകുന്ദനെയും കൊണ്ട് മുങ്ങിയതോർത്ത് ഞാനും രുക്കും വിഷമിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ എങ്ങോട്ടാ പോയതെന്നും അറിയില്ലല്ലോ. മുകുന്ദന് പകരം ചന്ദ്രേച്ചിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ ആകെ ഷോക്കായി. ചേച്ചിയുടെയും മുകുന്ദന്റെയും കാര്യങ്ങൾ ആലോചിച്ചതുകൊണ്ട് ചന്ദ്രകാന്തത്തിലുണ്ടായ സംഭവങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്നങ്ങനെ മഞ്ജു പറയുന്ന സമയത്ത് എല്ലാവർക്കും തന്നെ അത് വെറും അഭിനയമാണെന്ന് മനസ്സിലാവുകയാണ്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോ എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ മഞ്ജു രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും രുക്കു, ചന്ദ്രേച്ചി ഇങ്ങനെ ചെയ്യാൻ പാടുമായിരുന്നോ? അതുകൊണ്ടല്ലേ പോലീസ് പൊക്കിയെന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? രേച്ചി ഇപ്പോ എന്നെ കൂടി അപമാനിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. രേച്ചിക്ക് ഇത് ആവശ്യമാണ്. ചന്ദ്രേച്ചിയുടെ ഈ തന്ത്രങ്ങൾ ഞാൻ അന്നേ അറിഞ്ഞിരുന്നുവെങ്കിൽ വീട്ടിലിപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോ എന്നെ കൂടി നാണം കെടുത്തി കളഞ്ഞിരിക്കുകയാണല്ലോ എന്നൊക്കെ രുക്കു അങ്ങനെ ചന്ദ്രയെ കുറ്റപ്പെടുത്തി പറയുകയാണ്, പിടിച്ചു നിൽക്കാൻ വേണ്ടി. അച്ഛനപ്പ പറയുന്നുണ്ട്, ഇതിനുശേഷം ഇവിടെ നടന്ന നാടകങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ചന്ദ്രലേഖ മാത്രമല്ല, ഈ കേസിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടോ എല്ലാം ചന്ദ്രയോടൊപ്പം അഴിയെണ്ണിയിരിക്കും എന്നങ്ങനെ താക്കീത് കൊടുത്തുകൊണ്ട് അർച്ചന അകത്തേക്ക് പോവുകയാണ്. ഇത് കേട്ടതോടെ മഞ്ജുവും രുക്കുവും ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അങ്ങനെ മുകുന്ദനോട് പോയി പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ മുകുന്ദൻ മാമന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇനി എനിക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഈ കേസിൽ ഞാൻ മാപ്പുസാക്ഷിയല്ലേ, നടന്നില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ ആരൊക്കെ ഇനി പ്രതികളും സാക്ഷികളും ആവുമെന്ന് നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞ് മുകുന്ദൻ അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. രമ്യയും കൂടെ പോകുന്നുണ്ട്. ചിന്നുവും അകത്തേക്ക് പോവുകയാണ്. രുക്കുവും മഞ്ജു ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. മഞ്ജു അങ്ങനെ പറയുന്നുണ്ട്, രുക്കു, ചന്ദ്രേച്ചിക്ക് ജാമ്യം കിട്ടാതെ പോലീസ് കസ്റ്റഡിയിലായത് പ്രതിക്ക് അവര് ചെയ്ത കുറ്റം ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കില്ലേ?
സ്ഥിതിക്ക് കുറ്റം തെളിഞ്ഞാൽ ശിക്ഷ ഉറപ്പല്ലേ എന്നങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ചേച്ചി. ഏട്ടൻ വിചാരിച്ചിട്ട് പോലും ചന്ദ്രേച്ചിക്ക് ജാമ്യം കിട്ടാതെ പോയില്ലേ, എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും അച്ചു ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്നങ്ങനെ രുക്കു പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കേസിൽ ഇനിയും അന്വേഷണം ഉണ്ടായാൽ നമ്മൾ കുഴപ്പത്തിലാവോ എന്നാണ് എന്റെ പേടി എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ഇതെല്ലാം പറഞ്ഞ് മഞ്ജു ചേച്ചി ഇനി എന്നെ കൂടി പേടിപ്പിക്കല്ലേ, ചന്ദ്രേച്ചി ചെയ്ത അബദ്ധങ്ങളാണ് ചന്ദ്രേച്ചി ഇപ്പോൾ അറസ്റ്റ് ആവാൻ കാരണമായത്. ഇപ്പോൾ നമ്മളെ സംശയിച്ചാലും അതിനുള്ള തെളിവൊന്നുമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എല്ലാവരോടും ബോധ്യപ്പെടുത്തിയതല്ലേ, ഇനി ഈ കാര്യത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞേക്കരുത്, പറഞ്ഞാൽ അത് ചേച്ചിക്ക് തന്നെ ദോഷം ചെയ്തേക്കും, അത് ഓർത്തോ എന്ന് പറഞ്ഞ് രുക്കു അകത്തേക്ക് പോവാണ്. മഞ്ജുവാണെങ്കിൽ ആകെ പേടിച്ചു വരച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈശ്വര, എന്റെ കഷ്ടകാലത്തിനാണല്ലോ ആ മുക്കുവണ്ടം കൊണ്ടുപോയി രമ്യയുടെ കയ്യിൽ കൊടുത്തത്. ചന്ദ്രേച്ചി രുക്കുവിന്റെ പേര് പറയും, രുക്കു എന്റെ പേര് പറയും, ഞാനാണെങ്കിൽ ആരുടെ പേര് പറയും, ഒരു കുഴഞ്ഞു മറിയുന്ന കേസാണല്ലോ ദൈവമേ, ചന്ദ്രേച്ചി എന്റെ പേര് മറന്നു പോവണേ എന്നൊക്കെ മഞ്ജു അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. പിന്നീട് അർച്ചനയാണെങ്കിൽ റൂമിൽ അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു അർച്ചനയ്ക്കുള്ള ചായയുമായി വരുന്നത്. ചിന്നു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മേ, ജേക്ക് അങ്കിളിന്റെ വീട്ടിലെ ആ മുത്തശ്ശിയിലെ 2-3 പ്രാവശ്യം മുകുന്ദമാമന്റെ കാര്യം ചോദിച്ചു വിളിച്ചിരുന്നു. എല്ലാം അറിഞ്ഞതിനു ശേഷം മുത്തശ്ശി ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. വരുമ്പോ മുത്തശ്ശി ഒന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നു, ഒന്ന് വിളിക്കൂ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഈ രാത്രിയിൽ ഇനി വിളിക്കണോ, ഞാൻ നാളെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതല്ല അമ്മേ, അമ്മ ഇപ്പൊ തന്നെ വിളിക്കണം, മുത്തശ്ശി ചിലപ്പോ അമ്മയുടെ കോളും കാത്തുകൊണ്ട് ഉറങ്ങാതെ ഇരിക്കുകയായിരിക്കും, എന്തായാലും ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കുക പറയാണ്. അങ്ങനെ ചിന്നു ഫോൺ എടുത്ത് സുമിത്രാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് അർച്ചനയ്ക്ക് ഫോൺ കൊടുക്കുകയാണ്. അച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട്, ടീച്ചറെ വിളിച്ച കാര്യം ചിന്നു പറഞ്ഞിരുന്നു, ടീച്ചർ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ സുമിത്രാമ്മ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു അർച്ചനെ, വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ നിന്റെ മനസ്സാണല്ലോ നീറിപ്പുകയുന്നത്, എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, മുതന്റെ കാര്യം എന്തായി മോളെ എന്ന് സുമിത്രാമ്മ അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മുതൻ ആ കേസിൽ നിന്നും ഒഴിവായി, കേസിൽ യഥാർത്ഥ പ്രതിയായ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് അർച്ചന പറയുമ്പോൾ സുമിത്രാമ്മ പറയുന്നുണ്ട്, ഇപ്പോഴാണ് മോളെ എനിക്ക് സമാധാനമായത്, പ്രശ്നങ്ങൾ അറിഞ്ഞതു മുതൽ ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു, വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ ജയനോട് പറഞ്ഞതാണ്, അവന് അമ്പാട്ടിലേക്ക് വരാൻ എന്തോ മടിയുള്ളതുപോലെ അവന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ഒരു പ്രശ്നത്തിലും അവൻ പെട്ടെന്ന് കയറി ഇടപെടില്ല എന്ന് സുമിത്രാമ്മ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആരിടപെട്ടില്ലെങ്കിലും ചെറുടെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായല്ലോ. അർച്ചന പറയുമ്പോൾ സുമിത്രാമ്മ പറയുന്നുണ്ട്, ഇനി മോള് വിഷമിക്കണ്ട, അവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മോൾക്ക് എന്നോട് ധൈര്യമായി തുറന്നു പറയാം, നിന്റെ ഒരു ടീച്ചർ മാത്രമല്ല, എന്നെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കണ്ട് നിനക്ക് എന്തു വേണമെങ്കിലും എന്നോട് പറയാം, ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും നിനക്കുണ്ട് എന്നെല്ലാം സുമിത്രാമ്മ അങ്ങനെ പറയുമ്പോൾ അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ടീച്ചർ ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിന്റെ ഭാരം പകുതി കുറഞ്ഞതുപോലെയുണ്ട് എന്ന് അർച്ചന പറയാണ്. സുമിത്രാമ്മ അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വിഷമുണ്ടെങ്കിലും അത് എന്നോട് പറയാം, എന്തായാലും മോളെ നീ കിടന്നോ, സമാധാനമായി ഇരിക്കുക എന്ന് പറഞ്ഞ് സുമിത്രാമ്മ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അച്ഛൻ എന്നിട്ട് ഫോണ് ചിന്നുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, പാവം ടീച്ചർ, നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് ടീച്ചറും ആകെ ടെൻഷനായി എന്ന് ചിന്നുവിനോട് അങ്ങനെ പറയാണ്. അതിനുശേഷം അച്ചു ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് റൂമിലിരുന്ന് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അച്ചു അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കു കലി തുള്ളിക്കൊണ്ട് വരുന്നത്. അച്ചു എന്ന് വിളിച്ചുകൊണ്ട് അച്ചുവിന്റെ ബനിയന് പോയി കുത്തിപ്പിടിക്കുകയാണ്. നീ എന്ത് ഭാവിച്ചിട്ടാണ് ചന്ദ്രേച്ചിയെ അറസ്റ്റ് ചെയ്തത്, ചേച്ചി എന്ത് തെറ്റാണ് ചെയ്തത്, എന്റെ ചേച്ചിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടിട്ടു, മാത്രം ചന്ദ്രേച്ചി എന്ത് കുറ്റം ചെയ്തിട്ടാ എന്നൊക്കെ രുക്കു അങ്ങനെ ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, അയ്യോ, FIRന്റെ കോപ്പി ഞാൻ എടുത്തുകൊണ്ട് വരാൻ മറന്നു, വന്നിരുന്നെങ്കിൽ നിന്റെ സംശയമൊക്കെ തീർത്ത് തരാമായിരുന്നു എന്നങ്ങനെ അച്ചു പറയാണ്. രുക്കു അപ്പൊ വീണ്ടും പറയുന്നുണ്ട്, നീ ചെയ്തത് നന്ദികേടാണ്, വലിയ തെറ്റല്ലടാ നീ ചെയ്തത്, ഇതൊന്നും എനിക്ക് ക്ഷമിക്കാനാവില്ല, കൂട്ടുനിൽക്കാനും കഴിയില്ല എന്നങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഇത് രണ്ടും എനിക്ക് നിന്നിൽ നിന്ന് ആവശ്യമില്ല, കുറ്റവാളി ആരാണെന്ന് പോലീസിന്റെ കാഴ്ചപ്പാടിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിടി വീണിരിക്കും, ഇനിയിപ്പോ നാളെ അത് നീയാണെങ്കിലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, മുക്കുപണ്ടം നിന്റെ ഏട്ടനല്ലേ പണയം വെച്ചത്, പിന്നെ ആ കേസിൽ നീ എന്നെ കൂടി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് നിനക്ക് തൃപ്തിയാവട്ടെ എന്ന് രുക്കു അങ്ങനെ പറയാണ്. അച്ചു അപ്പൊ ഷൗട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അതെ, പ്രതികളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നത് എന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, ഒരു പ്രതി കുറ്റം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ മറുവശത്ത് ഒരു ഇരയും ഉണ്ടായിരിക്കും,
പാവത്തിന് വേണ്ടി ശബ്ദിക്കാനാണ് ഇവിടെ നീതിയും നിയമവും ഉള്ളത്. ഇത് നടപ്പിലാക്കുന്ന ജോലി മാത്രമാണ് ഞാൻ ചെയ്തത് എന്നങ്ങനെ അച്ചു പറയുന്ന സമയത്ത് രുക്കു പറയുന്നുണ്ട്, അച്ചു നീ മനഃപൂർവ്വം ചന്ദ്രേച്ചിയെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് എനിക്കറിയാം. ചേച്ചി ഇതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. നിന്റെ ഏട്ടനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ചന്ദ്രേച്ചിയെ നീ ബലിയാടാക്കി അല്ലേ ഈ കേസിൽ നടന്നതെന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ കരയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ചന്ദ്രേച്ചിയെ പിടിച്ച് ലോക്കപ്പിലിട്ടപ്പോൾ ഒരു കാര്യം മറക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ചത് ചന്ദ്രേച്ചിയാണ്. നീ പഴയതൊന്നും മറക്കണ്ട, അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതേടി പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇതന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. മുക്കുപണ്ടങ്ങൾ എൻ്റെ ഏട്ടനല്ല കടയിൽ നിന്ന് വാങ്ങിയത്, അതുകൊണ്ട് എൻ്റെ ഏട്ടന് അതിനുള്ള മോട്ടീവുമില്ല. വീട്ടുകാരെ കൊടുക്കാൻ വേണ്ടി ആ മുക്കുപണ്ടമെല്ലാം വാങ്ങിച്ചത് നിന്റെ ചേച്ചി ഒരാളാണ്. പിന്നീട് ഇവിടെ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഈ വീട്ടിൽ ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം നടന്നത് എന്താണെന്ന്. ആ ഫ്രോഡ് കളിയിൽ നിന്റെ പങ്കെന്താണെന്നും എനിക്കറിയാം. വീട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്നും ഇപ്പൊ എന്താണ് നടക്കുന്നതെന്നും നല്ല ബോധ്യമുണ്ട് എനിക്ക്. എന്നെ തെറ്റിദ്ധരിപ്പിക്കാനോ എന്നെ തിരുത്താനോ ആരും തന്നെ ശ്രമിക്കണ്ട എന്നങ്ങനെ അച്ചു പറയുന്ന സമയത്ത് രുക്കു പറയുന്നുണ്ട്, ചന്ദ്രേച്ചിയാണ് കുറ്റവാളി എന്ന് തെളിയിക്കാൻ എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്? നീ നോക്കിക്കോ, എൻ്റെ ഏട്ടൻ കോടതിയിൽ നിന്നെ നിർത്തി പൊരിക്കും, നീ നാണം കെടുമെന്ന് രുക്കു അങ്ങനെ പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഭാര്യയുടെ ഈ കേസിൽ സ്വന്തം നാണക്കേട് മാറ്റാൻ നോക്കുമോ നിന്റെ ഏട്ടൻ? അതോ എന്നെ നാണം കെടുത്താൻ സമയം കണ്ടെത്തുമോ? തെളിവുകളെ പറ്റി ചോദിച്ചില്ലേ? നിന്റെ ചന്ദ്രേച്ചി വാങ്ങിച്ച മുക്കുപണ്ടത്തിന്റെ ലിസ്റ്റ് എനിക്ക് നിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. നീ തെളിവെടുപ്പുകളും കുറ്റകൃത്യങ്ങളൊക്കെ തെളിയിക്കാൻ പോകുന്നതേയുള്ളൂ. കൂട്ടത്തിൽ കൂട്ടുപ്രതികളായി ആരൊക്കെ ചേർന്നാലും ഞാൻ വെറുതെ വിടില്ല. ആ കൂട്ടുപ്രതിയിൽ നീയുണ്ടെങ്കിൽ പോലും നിന്നെയും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ചു അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം കേട്ട് രുക്കു ആണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. രുക്കുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു വിറച്ച് ആകെ മാനസിക നില തെറ്റി രുക്കു അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കർ ആണെങ്കിൽ ചന്ദ്രയ്ക്ക് ജാമ്യം എടുക്കാൻ പറ്റാതെ ആകെ സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യ വരുന്നത്. ആര്യ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ? അമ്മയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ പോയത്? എന്നിട്ട് അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ജാമ്യം കിട്ടിയില്ല മോളെ എന്നങ്ങനെ പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിമലയും സത്യനും വരുന്നുണ്ട്. ആര്യാണെങ്കിൽ വിജയനോട് പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, അമ്മയ്ക്ക് ജാമ്യം കിട്ടില്ല എന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അച്ഛൻ അമ്മയെ പോലീസുകാർക്കൊപ്പം വിട്ടത്? അമ്മയോട് എന്തെല്ലാമാണ് പറഞ്ഞത്? അച്ഛന്റെ വാക്കും വിശ്വസിച്ചിട്ടല്ലേ അമ്മ പോലീസുകാർക്കൊപ്പം പോയത്? അപ്പോൾ ജാമ്യവുമില്ല അമ്മയുമില്ല, ഇത് വല്ലാത്തൊരു ചതിയായി പോയി അച്ഛാ എന്നങ്ങനെ ആര്യ സങ്കടത്തോടെ പറയാണ്. സത്യന അപ്പൊ പറയുന്നുണ്ട്, ഞാൻ രാവിലെ കാര്യങ്ങളെല്ലാം വിളിച്ച് അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് അവിടെ അർച്ചനയും എത്തിയല്ലേ? ആ സമയത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചത് ആരാണെന്ന് സത്യൻ അങ്ങനെ ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അർച്ചനയെ എത്തിച്ചത് അച്ചു തന്നെയായിരിക്കും. അർച്ചന വന്നതോടുകൂടിയാണ് ജാമ്യത്തിന്റെ സ്ഥിതിഗതികൾ മാറിയത് എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ വിമല പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അർച്ചനേച്ചി വെറുതെ ഇരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മുതനെ കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് ചരട് വലിച്ചത് നിങ്ങൾ തന്നെയല്ലേ? എല്ലാം അർച്ചനേച്ചിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ടായിരിക്കും അർച്ചനേച്ചി ചന്ദ്രേച്ചിയുടെ ജാമ്യത്തിന് തടസ്സം നിന്നത് എന്നങ്ങനെ വിമല പറയുന്ന സമയത്ത് സത്യം പറയുന്നുണ്ട്, നീ നാവെടുത്താൽ ചന്ദ്രകാന്തത്തിന് എതിരാണല്ലോടി. നിനക്ക് ജീവിക്കാൻ അർച്ചനയാണോ ചെലവ് തരുന്നത്? ഇടാത്ത വർത്തമാനം പറയാതെ ഇവിടെ നിന്നും പോടി എന്ന് സത്യൻ അങ്ങനെ ദേഷ്യപ്പെടുകയാണ് വിമലയോട്. അപ്പൊ പറയുന്നുണ്ട്, എന്നാ പിന്നെ നിങ്ങളും എന്നെ തല്ല്, നിങ്ങളുടെ മുന്നിലൂടെയല്ലേ അച്ചു ചന്ദ്രേച്ചിയെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്? നിങ്ങള് തടസ്സപ്പെടുത്താൻ പോയപ്പോൾ ഇവിടെ എന്താണ് നടന്നതെന്ന് ഞാൻ കണ്ടതല്ലേ എന്നങ്ങനെ വിമല പറയുന്ന സമയത്ത് ആര്യ പറയുന്നുണ്ട്, നിങ്ങള് എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറ, എന്റെ അമ്മയുടെ കാര്യം ഇനി എന്താണ് സംഭവിക്കുക എന്ന് ആര്യ അങ്ങനെ ചോദിക്കുകയാണ്. ജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, നിയമപരമായിട്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനായി കഴിയൂ. ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇനി കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കാനായി കഴിയൂ. ഇവരെ ഇനി ചന്ദ്ര പോലീസ് കസ്റ്റഡിയിൽ തുടരും, അല്ലാതെ ഇനി വേറെ വഴിയൊന്നുമില്ല മോളെ എന്നങ്ങനെ വിജയ് ശങ്കർ ആര്യയോട് പറയാണ്. ആര്യയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ സങ്കടാവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ മഞ്ജു മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പത്രം വരുന്നുണ്ട്. വേഗം തന്നെ മഞ്ജു പോയി പത്രം എടുത്തുകൊണ്ട്, ചന്ദ്രേച്ചിയെ അറസ്റ്റ് ചെയ്തതിന്റെ എന്തെങ്കിലും വാർത്ത വന്നിട്ടുണ്ടാവുമോ, എന്തായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ പത്രം മറിച്ചു നോക്കുകയാണ്. പത്രം മറയ്ക്കുന്നതും മുക്കുവണ്ട കേസിൽ അറസ്റ്റിലായ ചന്ദ്രയുടെ ഫോട്ടോയാണ് കാണുന്നത്. ഇതുകണ്ട് മഞ്ജു ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.